ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി കുടുംബം. തന്നോടൊപ്പം സന്തോഷമായി സമയം ചെലവിട്ടയാൾ ആത്മഹത്യ ചെയ്യില്ലെന്ന അതുല്യയുടെ സഹോദരി അഖില പറഞ്ഞു. കൊലപാതകമാണെന്ന പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. സതീഷ് അതുല്യെ ഉപദ്രവിക്കുന്ന മറ്റ് ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. നീ പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീഷിൽ നിന്ന് അതുല്യ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയെന്നാണ് കുടുംബത്തിന്റെ പരാതി. കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ ഇടക്കാല മുൻകൂർ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നതാണ് ആവശ്യം. പക്ഷേ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്, ഇവൻ അന്ന് അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഭർത്താവിൽ നിന്ന് ക്രൂരപീഡനം ഏറ്റുവാങ്ങി സഹിച്ചു നിന്ന അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരിയും പറയുന്നു. തലേ ദിവസം രാത്രി സന്തോഷത്തോടെ തന്നോട് സംസാരിച്ച അതുല്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നത് അറിയണമെന്ന് അഖില പറയുന്നു. പിന്നെ അതിനു മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂവിനെ ചൊല്ലി ചേച്ചിയെ അടിച്ചതിൻ്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു. രണ്ട് കൈയുടെ ഈ സൈഡിലായിട്ട് നല്ല പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. അല്ലാതെ വേറെ അന്നേരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര ഹാപ്പിയായിട്ട് ചിരിച്ച് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പഴയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്ര ഹാപ്പിയായിരുന്നു. ഒരു വിഷമവും അന്ന് ചേച്ചിക്കില്ല. ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അവിടുത്തെ ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പോയ ഒരാൾ, ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ, അതൊരു പ്രതീക്ഷയാണ്. പിറ്റേന്ന് ഇനി എന്ത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആള് ഈ 11 വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യൂ. ആക്രമണ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ. ജനം, കൊല്ലം.